ചേട്ടാ ചേട്ടാ 50 25 50 വേഗം പറ 50 എന്തേ? ഉറപ്പിച്ചതാണ് 50 50 25 വേറെ എന്തോ പ്രശ്നമല്ല. लेना सर 50 टैबलेट. पिछली बार डॉक्टर ने ऐसी दवाई दी थी, दिखने में ऐसी थी, वही है क्या? वो गर्म पानी में पीस के लेने के लिए कहा था 1 महीने के लिए. ओके 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 ओके. अरे वैसे ही लेनी है क्या? एक मिनट ഒരു മിനിറ്റ് ഭായ് സാബ്. भाई साहब सुनो भाई साहब. एक मिनट ഭായ് സാബ്. ശ്രീജയ്ക്ക് ഈ മാസം പീരിയഡ്സ് ആയിട്ടില്ലല്ലോ? ഇല്ല ഡോക്ടർ, ഈ മാസം പീരിയഡ്സ് ആയിട്ടില്ല. സോറി. എന്താ ശ്രീജത്തെ? അല്ല ഡോക്ടർ തൊട്ട് മുമ്പ് ഇറങ്ങിയ പേഷ്യന്റിനെ ഹിന്ദിയിൽ എന്തോ ഡൗട്ട് ഉണ്ടെന്ന്. ഞാനാരാ, ഹിന്ദി ടീച്ചറോ? അല്ല എനിക്കത് ക്ലിയർ ആയില്ല. എൻ്റെ ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് വന്നേയുള്ളൂ. ഒരു 7-8 വർഷം പിടിക്കും. ഞാൻ അയാളെ കയറ്റിയിട്ടോട്ടെ. സിമ്പിൾ ഡൗട്ടാന്നാ തോന്നണ കേട്ടിട്ട്. ആ ഇതിപ്പോ കഴിയും, അത് കഴിഞ്ഞിട്ട് വിട്ടോളൂ. പുതിയ ആളാ? അല്ല പ്രശാന്ത് എവിടെ? പാച്ചു മുതലാളിയല്ലേ? ഈ പയ്യനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പിന്നെ ഫുൾ ഉഴപ്പാണ്. വരുമ്പോ ഒരു നേരം. ആ അത് ഡോക്ടറുടെ ഉള്ളതിന്റെ കോൺഫിഡൻസാ. ബാൻഡറിൽ നിന്ന് ഡോക്ടർ മാറിയാലും ഞാനടക്കമുള്ള ഒരു ദൂരം ഒന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങോട്ട് തന്നെ വരുന്നു. പുള്ളിക്കാരനറിയാം. സത്യം പറഞ്ഞാൽ ഞാൻ എവിടെയാ കംഫർട്ടബിൾ ശ്രീജ. ഫ്രാഞ്ചൈസി പാച്ചുൻ്റെ ആണെങ്കിലും അവൻ എനിക്ക് എല്ലാ ഫ്രീഡം തരും. പിന്നെ ബാൻഡർ മൊത്തം കോർപ്പറേറ്റ് സെറ്റപ്പ് ആയില്ലേ. ഇത് ചെറുതാണേലും സമാധാനമുണ്ട്. നമ്മളെ ഹാപ്പി ആക്കി വെക്കുന്ന എന്തൊരു ടെക്നിക്ക് പാച്ചുൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ നമുക്ക് അവനെ ഇഷ്ടമായി അവന് മനസ്സിലായാ തീർന്നു. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടെ മറന്നൊന്നും ചെയ്തു കൂടാ. ഹലോ, നീ എപ്പോഴാ എന്നിട്ട്? ഞാൻ ആക്ച്വലി നല്ലാൻ കേട്ട് നേരത്തെ എണീറ്റതാ. പക്ഷെ അമ്മയുടെ വിളി സോഫ്റ്റ് ആയിരുന്നു, ഫ്ലോപ്പായിരുന്നു. ഓ അപ്പൊ എന്റെ കുഴപ്പമായിരുന്നു അല്ലേ? സോറി. സീരിയസ് ആയിട്ട് ഇന്ന് കടുപ്പത്തിൽ 2-3 വേർഷൻ അയച്ചേക്ക്. കൊഞ്ചിക്കലൊന്നും വേണ്ട, ഹാർഷായിട്ട് മതി. ഞാൻ +2 അടിക്കുമ്പോൾ അമ്മയുടെ വിളിയില്ലായിരുന്നു. കറക്റ്റാ. ഒന്ന് പോയേ, ആ പരിപാടി ഞാൻ നിർത്തി. ഇന്നലത്തെ വോയിസ് മെസ്സേജ് അവൾ മധുവിനെ കേൾപ്പിച്ചോന്ന് എനിക്കൊരു സംശയമുണ്ട്. രണ്ടാളെന്നെ നോക്കി ചിരിക്കായിരുന്നു. നീ കഴിച്ചോ? എന്താ ഉണ്ടാക്കിയേ? ആ കാണിച്ചാൽ ആ കൊള്ളാലോ. മറാഠി ആയിട്ടാ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട റെസിപ്പിയാ. അച്ഛനും മോനും അടുക്കളയിൽ എന്തായാലും ഓക്കെയാ. ഞാൻ അവിടെ ഇല്ലാത്തോണ്ട് ഭയങ്കര വെറൈറ്റി കുക്കിങ്ങാ. പറമ്പിലുള്ളതെല്ലാം എടുത്ത് കറി വെച്ചോണ്ടിരിക്കുക. പ്ലാവിലയുടെ കൂമ്പ് കൊണ്ടാ ഇന്നലെ തോരൻ ഉണ്ടാക്കിയത്. ഇനിയിപ്പോ റോസ് മാർക്കറ്റ് മാത്രമേ ഉള്ളൂ ബാക്കി. നല്ലതല്ലേ? ഞാൻ അറിഞ്ഞു അടുക്കളയിൽ കിടന്ന ആണുങ്ങളെ പെട്ടെന്ന്. നിന്റെ ടിക്കറ്റ് എന്തായി? അല്ല റിട്ടേൺ ഫ്ലൈറ്റ് എടുത്ത പോലെ തന്നെ അങ്ങോട്ടും ഫ്ലൈറ്റ് എടുത്തൂടെ? ഫ്ലൈറ്റ് ഒക്കെ ഭയങ്കര കത്തിയാ. 1 way 10,000 രൂപയും കണ്ടു. നമുക്ക് സാധാരണ ട്രെയിനാണല്ലോ. ഏടാ വച്ചു ഒന്ന് മൈൻഡ് ചെയ്യടാ. ചെറുതപ്പോഴും കരച്ചിലാണോ? ഏയ് അവക്ക് സമയത്തിന് പാല് കിട്ടിയാൽ മതി, ഒരു ശല്യവും ഇല്ല. എനിക്ക് അവിടെ തിരിച്ചു വന്നാൽ മതി. ഇവിടുത്തെ തണുപ്പ് പിടിക്കുന്നില്ല. അമ്മ അമേരിക്കയ്ക്ക് ഒന്ന് കാണണമേ. നമ്മുടെ ആലീസ് ഡോക്ടറിന്റെ പേഷ്യൻസിന്റെ വരവ് ഒരു കൊല്ലവും കൂടി ഈ ലെവലിൽ പോയാൽ നമുക്ക് വേണേൽ അവിടെ ഒരു ഫ്രാഞ്ചൈസി തുടങ്ങും അല്ലേ? മധുവേട്ടൻ ഇവിടെ വിചാരിക്കണം. ആ ഡീറ്റേ ഞാൻ ഇറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ശരി. ആ ടാറ്റാ. എടിന്നേ നീ ചെറുപ്പം രാജസ്ഥാനിൽ പോയിടാറുണ്ടോ? മധുവേട്ടനത് ഇഷ്ടമല്ലടാ. അതിപ്പോ ചോദിക്കാ കൊച്ചിന്റെ തലയിൽ എന്താ ഇഷ്ടിക പൊടിയുന്നു. പുച്ഛിച്ചോണ്ടിരുന്നോ? അമേരിക്കയിലെ സാഹിബ്മാർക്ക് അറിയാം ആയുർവേദത്തിന്റെ വില. ബൈ ദ വേ അമ്മ ഇവിടെ ഫുൾ ടൈം നിന്റെ മാട്രിമോണി പ്രൊഫൈൽ നോക്കി ഇരിപ്പാട്ടോ. അയ്യോ അല്ലടാ, നീ ആദ്യമൊക്കെ വേണ്ടെന്ന് പറഞ്ഞതില്ലേ നല്ല വല്ല കുട്ടിയുണ്ടോ നോക്കാനാ. ബൈ ദ വേ അതൊക്കെ ഞാൻ നോക്കിയതാ. അവരുടെ ഭർത്താക്കന്മാർക്ക് ബുദ്ധിമുട്ട്. പോയി കിടന്ന് ഉറങ്ങാൻ. ഗുഡ് നൈറ്റ്. പോ ചേച്ചി.